ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. തിരുവല്ല കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുകയാണ്. ഇതാ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. 3 ദിവസത്തെ കസ്റ്റഡിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതി വിട്ടിരിക്കുന്നത്. കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. പോലീസ് കസ്റ്റഡിയിൽ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു തിരുവല്ല കോടതി. അവിടെ നിന്ന് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ പോലീസ് ബന്ദോബസ്ത് നമുക്ക് കാണാൻ കഴിയുന്നു. പുറത്ത് ഡിവൈഎഫ്ഐയുടെ അടക്കം പ്രവർത്തകർ നിൽക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിഷേധങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആ രീതിയിൽ വലിയ പോലീസ് ബന്ദോബസ്തോടു കൂടിയാണ് ലൈംഗിക പീഡന കേസിൽ പ്രതിയായ കോൺഗ്രസ് നേതാവായ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം വിശദമായ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടക്കും. ഡിജിറ്റൽ ഉപകരണങ്ങളടക്കം വീണ്ടെടുക്കേണ്ടതുണ്ട് എന്നാണ് SIT കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അല്പസമയത്തിനകം തന്നെ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിന്റെ പാലക്കാട്ടെ MLA കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ഉയർന്നു വന്നിരുന്നു. ചീമുട്ടയറടക്കം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ കൂടുതൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സന്നാഹത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നിരന്തര പീഡകനായ ഈ MLA ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ടാണ് SITയുടെ നിലപാട് അംഗീകരിച്ചുകൊണ്ട് കോടതി അയാളെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. നേരത്തെ ഈ അറസ്റ്റ് നിയമത്തിന് വിധേയമായിട്ടല്ല ഉണ്ടായത്. നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല. വീഡിയോ കോൾ വഴി കിട്ടുന്ന പരാതി നിലനിൽക്കില്ല എന്നൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. പക്ഷേ കോടതി അംഗീകരിച്ചില്ല. SIT മുന്നോട്ട് വെച്ച വാദഗതികൾ അംഗീകരിച്ച കോടതി 3 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ഡിജിറ്റൽ ഉപകരണങ്ങളടക്കം കണ്ടെടുക്കേണ്ടതുണ്ട്. അതിനടക്കം വിശദമായ തെളിവെടുപ്പുകൾ നടത്തണമെന്നായിരുന്നു SIT കോടതിയിൽ പറഞ്ഞത്. അത് അംഗീകരിച്ചുകൊണ്ട് കോടതി സമ്മതിക്കുകയായിരുന്നു. ഏതായാലും 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഷാജഹാൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ഷാജി, കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയല്ലേ മാങ്കൂട്ടത്തിലിനെ? അതെ മനു, അല്പസമയം മുൻപാണ്, അതായത് ഇപ്പം വാഹനം പുറത്തേക്ക് പോയിട്ടേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് അതിശക്തമായൊരു പ്രതിഷേധം യുവജന സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ചീമുട്ട എറിഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് നേരത്തെ രാവിലെ കോടതിയിലും അതോടൊപ്പം തന്നെ കോടതിയിൽ കൊണ്ടുവന്നപ്പോഴും അതിനുശേഷം മാവേലിക്കര സബ് ജയിലിലുമൊക്കെയാണ് ഇത്തരത്തിൽ ചീമുട്ട ഏറി കാണാൻ സാധിച്ചത്. ഇവിടെ ഒട്ടനവധി ഏതാണ്ട് 2 സൈഡിൽ നിന്നും മാറി ചീമുട്ട എറിയുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ വളരെ വലിയ ഒരു പ്രതിഷേധത്തിനിടയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെയും കൊണ്ട് പോലീസ് കസ്റ്റഡി 3 ദിവസത്തേക്കുള്ള കസ്റ്റഡിയിൽ തെളിവെടുപ്പുകൾക്കായിട്ട് ഇപ്പോൾ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ കോടതിക്ക് പുറത്തും ചീമുട്ടയർ അടക്കമുള്ള കാര്യങ്ങൾ മാങ്കൂട്ടത്തിൽ നേരെ ഉണ്ടായല്ലേ ഷാജി? ആ രീതിയിൽ പ്രതിഷേധമുണ്ടല്ലേ? തീർച്ചയായിട്ടും അല്പസമയം മുൻപ് ഇവിടുന്ന് കോടതിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കി വെളിയിലേക്ക് വന്നപ്പോൾ തന്നെ യുവജന സംഘടനകൾ അവരുടെ പ്രതിഷേധവുമായിട്ട് മുദ്രാവാക്യം വിളിച്ചൊക്കെ തന്നെ രംഗത്തുണ്ടായിരുന്നു. പോലീസ് ഷീൽഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഇയാൾക്ക് നേരെ ഒരാക്രമണം വരാത്ത തരത്തിലുള്ള ബന്ദോബസ്ത് ഒരുക്കിക്കൊണ്ടാണ് വന്നതെങ്കിൽ പോലും ഇയാൾ കയറിയ പോലീസിൻ്റെ വലിയ വാഹനത്തിലാണ് ഇയാളെ കയറ്റിക്കൊണ്ട് പോയത്. അതിനുള്ളിലേക്ക് ചീമുട്ടകൾ 2 ഭാഗത്തു നിന്നും ചീമുട്ടകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് എറിയുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനിടയിലൂടെയാണ് ഈ പോലീസ് വാഹനം മുന്നോട്ട് പോയത്. എന്തായാലും ഈ രാവിലെ 10-10:30 നടന്ന ഒരു വലിയ പ്രതിഷേധമാണ് നമുക്ക് ഈ തിരുവല്ല കോടതിക്ക് മുന്നിൽ കാണാൻ സാധിച്ചത്. ഇപ്പോൾ ആളുകളൊക്കെ തന്നെ പിരിഞ്ഞു പോകണം. പത്തനംതിട്ടയിലേക്കാണോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോയിരിക്കുന്നത് ഷാജി? എയർ ക്യാമ്പിലേക്കാണോ കൊണ്ടുപോയിരിക്കുന്നത്? അതിനുശേഷമാണോ തെളിവെടുപ്പ് അടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് SIT കടക്കുക? തീർച്ചയായിട്ടും ഇനിയിപ്പോൾ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്കാണ് ഇപ്പോൾ രാഹുലിനെ കൊണ്ടുപോയേക്കുന്നത്. അതിനുശേഷം SITയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുണ്ട്. അവർ തീരുമാനിച്ചിട്ടായിരിക്കും ഇനി അനന്തര നടപടികൾ, ഇനി എവിടെ നിന്നൊക്കെയാണ് തെളിവെടുപ്പുകൾ നടത്തേണ്ടത്, എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനു ശേഷമായിരിക്കും തീരുമാനിക്കുക. നിലവിൽ ഇയാളെ ഇപ്പോൾ നേരെ കൊണ്ടുപോയിരിക്കുന്നത് പത്തനംതിട്ട എയർ ക്യാമ്പിലേക്കാണ്. മനു, ഇതെന്താണ് ഈ ട്രോഫിയൊക്കെ പിടിച്ച് ആളുകൾ നിൽക്കുന്ന കാണാം? മാങ്കൂട്ടത്തിലിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണോ ഇതൊക്കെ? ഈ ട്രോഫി എന്തിനുണ്ടോന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം കൊടുക്കുന്ന ഒരു കോഴിയാണ്. പക്ഷെ ചെറിയ കോഴിയുടെ വളമൊന്നും പോരാ, വലിയ കോഴിയുടെ ഒക്കെ കൊടുക്കണം, എന്നാലേ പുള്ളി വാങ്ങും.
മനസ്സിലായല്ലോ. അതായത് ഏറ്റവും വലിയ കോഴി എന്നുള്ള നിലയിൽ ഉള്ള ഒരു ട്രോഫിയാണ് യുവമോർച്ച എന്ന യുവജന സംഘടന നൽകുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അത് അവർ നൽകാനായിട്ട് കൊണ്ടുവന്ന ട്രോഫിയാണ് ഇത്. രാവിലെ മുതൽ തന്നെ ഈ ട്രോഫിയും കൊണ്ട് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ നടക്കുകയാണ്. ചെറിയ ട്രോഫികളൊന്നും വാങ്ങാറില്ല, വലിയ ട്രോഫികളെ വാങ്ങുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും അതോടൊപ്പം തന്നെ SFIയുടെയും നേതൃത്വത്തിലൊക്കെ തന്നെ വലിയ പ്രതിഷേധമാണ് നമുക്ക് രാവിലെ ആശുപത്രിക്ക് മുന്നിലും ഈ കോടതിക്ക് മുന്നിലുമൊക്കെ തന്നെ കാണാൻ സാധിച്ചത്. അവരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മുദ്രാവാക്യവും MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കടുത്ത പ്രതിഷേധമാണ് കോടതിക്ക് മുന്നിലും മറ്റും നമുക്ക് കാണാൻ സാധിച്ചത്.